ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ കാല് എങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ചിക്കൻ കാല് മഞ്ഞളും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം തിളച്ച വെള്ളത്തിലും കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ചിക്കൻ കാലൊക്കെ മാറ്റിയിടാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് ഇതേപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ മാത്രമേ ഇതേപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഓരോന്നിൻ്റെയും ചെയ്തെടുക്കാം. ചിക്കൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇതേപോലെ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്കും ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ തക്കാളി, പച്ചമുളക്, സവാള, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് മല്ലി വറുത്തതെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് വറുത്തെടുക്കാം. ഇനി മുളക് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കി എടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി ഇവിടെ കിടന്നൊന്ന് ചൂടാവട്ടെ. ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്.
ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുളകും എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാത്രം കഴുകി അതേ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്. നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാലിട്ട് കൊടുക്കാം. ഇനി ഈ മസാലയിൽ കാലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കാൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.